ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് പറഞ്ഞാൽ ട്രേസറിന്റെ ഗ്രൗണ്ട് വാട്ടർ ട്രേസിന്റെ അതായത് വർക്ക് സ്റ്റോപ്പ് ആൻഡ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ അതിന്റെ സിലബസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ ട്രേസറിന്റെ ഗ്രൗണ്ട് വാട്ടറിന്റെ സിലബസ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു എക്സ്പെക്ടഡ് സിലബസ് മാത്രമായിരുന്നു. PSC ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ടെലഗ്രാമിൽ ഇതിന്റെ എല്ലാം PDF ഷെയർ ചെയ്യാറുണ്ട്, സിലബസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ടെലഗ്രാമിൽ സിവിൽ PSC ചലഞ്ച് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് ജോയിൻ ചെയ്യാം. അതുപോലെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഫോളോ ചെയ്യുക. നമ്മൾ 30 ഡേയ്സ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചലഞ്ച് ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ ഇപ്പോൾ പുതുതായിട്ടൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മിനി ടെക്സ്റ്റ് ബുക്ക് ചലഞ്ച്. അതായത് ഓസിയർ എക്സാമുകൾക്ക്, അതുപോലെ ട്രേസിന്റെ വർക്ക് സ്റ്റോപ്പിന്റെ ഒക്കെ എക്സാമുകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി നമുക്ക് വേണ്ടി വരുന്നതെന്ന് പറയുന്നത് മിനി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് സ്റ്റഡീസ് തന്നെയാണ്. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക, സിവിൽ PSC ചലഞ്ച് തന്നെയാണ് ചാനൽ നിന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബേസിക് എഞ്ചിനീയറിംഗ് പോയിന്റ്. ഏതൊരു ഓവർസിയർ എക്സാം ആണെങ്കിലും നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക് തന്നെയാണ് ബേസിക് എഞ്ചിനീയറിംഗ് പോയിന്റ് ആണ്. 10 മാർക്സിനാണ് വരുന്നത്. ഇപ്പോൾ ഓവർസിയർ ഗ്രേഡ് 2 ഒക്കെ എക്സാം വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഉപകാരപ്രദമായിരിക്കും ഈ ഒരു ടോപ്പിക് പഠിക്കുന്നതെന്ന് പറയുന്നത്. ബേസിക് എഞ്ചിനീയറിംഗ് പോയിന്റ് 10 മാർക്സിനാണ്. ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, ലെറ്ററിംഗ്, ഡയമെൻഷനിങ്, അതുപോലെ തന്നെ പ്ലെയിൻ ജോമെട്രിക് കൺസ്ട്രക്ഷൻ, കോണിക് സെക്ഷൻ പ്രൊജക്ഷൻ. സർവേയിങ് 15 മാർക്സിനാണ്. കൺവെൻഷണൽ സർവേയിങ്, ചെയിൻ സർവേയിങ്, കോമ്പസ്, പ്ലെയിൻ ടേബിൾ, ലെവലിംഗ് ഇതെല്ലാം വരുന്നുണ്ട്. ദെൻ കോണ്ടോറിംഗ്, തിയോഡലൈറ്റ്, മോഡേൺ ആൻഡ് അഡ്വാൻസ്ഡ് സർവേയിങ് ഇൻസ്ട്രുമെന്റ്സ്. സർവേയിങ് 15 മാർക്സിനാണ്. ദെൻ വരുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. വെയിറ്റേജ് കൂടുതൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. 20 മാർക്സിനാണ്. സ്റ്റോൺസ്, ബ്രിക്ക്, ടൈൽസ്, സിമെന്റ്, ലൈം, PCC, RCC, ടിമ്പർ, ഫൗണ്ടേഷൻ, മേസൺറി വരുമ്പോൾ സ്റ്റോൺ മേസണറി, ബ്രിക്ക് മേസണറി ഒക്കെ വരും. റൂഫിംഗ്, ഫ്ലോറിംഗ്, ബിൽഡിംഗ് ഫിനിഷേഴ്സ് ആൻഡ് സർവീസസ്, ടെമ്പററി സ്ട്രക്ചർ ട്രീറ്റ്മെന്റ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതായത് സ്കഫോൾഡിംഗ്, അതൊക്കെ വരുന്നതാണ്. അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ 20 മാർക്സിന്. ദെൻ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗിനും 20 മാർക്സ് ആണ് വരുന്നത്. ബിൽഡിംഗ് റൂൾസും ബൈലോസും, പിന്നെ എസ്റ്റിമേഷൻ, വാല്യുവേഷൻ, ഇതൊക്കെ നോക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ. 15 മാർക്സിനാണ് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ വരുന്നത്. ടേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷൻ, സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്, റിസർവയർ, ഡാം, കനാൽസ്, ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ക്രോസ് ഡ്രെയിനേജ് വർക്കൊക്കെ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, മെഷർമെന്റ് ഓഫ് പ്രഷർ, ദെൻ ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് എനർജി. ഇതെല്ലാം 15 മാർക്സിനാണ് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ വരുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ ആണെങ്കിൽ 6 മാർക്സിനാണ്. യൂണിറ്റ്സ് പഠിക്കുക, അതുപോലെ ഓരോന്നിന്റെയും ഏരിയ, അതിന്റെ പെരിമീറ്റർ, അതിന്റെ ഇക്വേഷൻസ് പഠിക്കുക, വോളിയം പഠിക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് 6 മാർക്സിന് യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ. നെക്സ്റ്റ് അപ്ലൈഡ് മെക്കാനിക്സ് 6 മാർക്സിനാണ്. സിമ്പിൾ മെഷീൻസ്, ലോഡ് ആൻഡ് എഫേർട്ട്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, വെലോസിറ്റി, അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. വർക്ക് പവർ ആൻഡ് എനർജി, സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഫ്രിക്ഷൻ, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്, സ്പീഡ് ആൻഡ് വെലോസിറ്റി. ദെൻ ഓട്ടോകാഡ് 8 മാർക്സിനാണ്. ഓട്ടോകാഡ് നന്നായിട്ട് പഠിച്ചിരിക്കുക, സിമ്പിൾ ചെറിയ ടോപ്പിക് ആണ് അല്ലെ. ഇൻട്രൊഡക്ഷൻ ടു ഓട്ടോകാഡ്, ബേസിക് കമാൻഡ്സ് എന്തായാലും അറിയണം. ടൂൾ ബാർ ആൻഡ് മോഡിഫൈങ് ടൂൾ ബാർ, പിന്നെ പ്ലോട്ടിംഗ് ആൻഡ് പ്രിന്റിംഗ്. ബേസിക് കമാൻഡ്സ് ആണ് കൂടുതലും ഓട്ടോകാഡ് ഇതിന് വരാറുള്ളത്. ഇത്രയാണ് നമ്മുടെ പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൂടാതെ PSC ലാസ്റ്റിൽ ഒരു ക്ലോസ് കൂടെ പറയുന്നുണ്ട്. ഈ ഇതിൽ പറഞ്ഞേക്കുന്നതല്ലാതെ ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അടുത്തിടെയായിട്ട് എക്സാംസിനെല്ലാം സിലബസ് ബേസ്ഡ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ ഇതിന്റെ PDF, നമ്മൾ സിലബസിന്റെ PDF നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അത് നിങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായം കമന്റ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനകത്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്